RSS നേതാവിനെ ADGPയെ പറഞ്ഞയച്ചത് കണ്ടത് മുഖ്യമന്ത്രിയാണ്. അടച്ചിട്ട മുറിയിൽ ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയത്. 1-ാം നമ്പർ കാർ മാറി വേറെ കാറിൽ വന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾക്കറിയാലോ. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചില്ലേ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോ? മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു. നിങ്ങൾ ശ്രീ എം വ്യക്തമാക്കിയല്ലോ. ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ശ്രീ എം വെളിപ്പെടുത്തിയല്ലോ. സ്വന്തം കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരു RSSുമായിട്ട് ഒരു ബന്ധമില്ല. RV ബാബു ഒരു കോൺഗ്രസ് വിരുദ്ധനും ഒരു തട്ടിപ്പ് നടത്തിയിട്ട് ഇവിടെ വന്ന് പറവിൽ താമസിക്കുന്ന ആൾ. അയാൾക്കെതിരായിട്ട് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള വിരോധമാണ്, കോൺഗ്രസ് വിരോധമാണ്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ, അയാൾ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ. പറവൂർ നിയോജകമണ്ഡലത്തിലെ BJPക്കാര് എന്നെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അയാൾ എന്നെ പിന്തുണയ്ക്കില്ലേ? അതല്ലല്ലോ ചെയ്ത്, എന്നെ ശക്തിയായി എതിർക്കല്ലേ ചെയ്ത്. അതാ ചോദിച്ചത്, അയാൾ എന്നെ ശക്തിയായി എതിർക്കല്ലേ? അതല്ല, ഇവിടെ BD ജയസന്റെ സ്ഥാനാർത്ഥി മാറി BJP സ്ഥാനാർത്ഥിയായി. ഇവിടെ ഒരു ഡീലും നടക്കൂല, ഒരു സ്ഥലത്തും ഒരു ഡീലും നടക്കൂല, ഒരു സ്ഥലത്തും ഒരു ഡീലും നടക്കൂല. 2001-ലും 2006-ലും ഈ പറയുന്ന അനുസരിച്ച് അങ്ങ് ഏതെങ്കിലും RSS നേതാവിനെ ഒരാളെയും കണ്ടിട്ടില്ല, ഒരാളെയും കണ്ടിട്ടില്ല. കാണേണ്ട ആവശ്യം, നിങ്ങൾ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്ക്. BJPയുടെ വോട്ട് ഇവിടെ കൂടി വരികയാണ്. ഇവിടെ കുറഞ്ഞിട്ടില്ല. ഇനി കേട്ടോ, BD ജയസന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് എല്ലാവരും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയത് 2016-ലാണ്. അന്നാണ് അവര് NDAക്ക് ഇവിടെ 28,000 വോട്ട് കിട്ടി. കാരണം BD ജയസ് പുതിയതായി ഉണ്ടാക്കിയപ്പോ അന്ന് ഞാൻ 20,000 വോട്ട് ജയിച്ച ആളാണ്. ഞാൻ 20,000 വോട്ടിന് അന്ന് ജയിച്ചു. മനസ്സിലായോ? 20,000 എന്റെ 11,000. ഞാൻ പന്ന്യൻ രവീന്ദ്രനെ തോൽപ്പിച്ചത് 11,000 വോട്ടിനാണ്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമായി വർദ്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്നെ അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ RV ബാബു മുഖ്യമന്ത്രിയും കൂടി ഒരു വശത്താണ് ഇപ്പൊ നിൽക്കുന്നത്. എന്നെ അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ? എന്നെ സപ്പോർട്ടല്ലല്ലോ ചെയ്ത്, എനിക്കെതിരായിട്ടല്ലേ പറഞ്ഞത്. തോക്കണമെന്നല്ലേ പറഞ്ഞ. സതീശൻ തോക്കണമെന്ന് പിന്നെ ആരൊക്കെ പറഞ്ഞു? BJP നേതാവായ TP സെൻകുമാർ എന്താ പറഞ്ഞത്? 3-ാം സ്ഥാനത്ത് വരുന്ന BJPയുടെ വോട്ട് മറിച്ച് 2-ാം സ്ഥാനത്ത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പരസ്യമായി പറഞ്ഞില്ലേ? അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ.